വിഷ്ണു, ഇതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ എത്രമാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്ന കാര്യത്തിലാണ് സംശയം. നോക്കൂ, 34-35 എന്ന് പറയുന്നത് അതിശയകരം തന്നെയാണ്. 34-35 അതിശയകരമാണ്. കാരണം തുടർച്ചയായി BJP നേടിയ ഒരു ലീഡിൻ്റെ വലിയ എഡ്ജ് അവർക്കുണ്ടായിരുന്നു. മെച്ചപ്പെട്ട ലീഡ് നിലനിർത്തി തന്നെയാണ് പോന്നിട്ടുള്ളത്. അത് ഇത്രയും വോട്ടെണ്ണി കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വല്ലാതെ അത് പിന്നോട്ട് വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ നേതാക്കൾ പിന്നിൽ പോകുമ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഇത്രയധികം മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നു എന്നതും ഒരു വലിയ കൗതുകം തന്നെയാണ്. ശരത്ത്, തീർച്ചയായിട്ടും ആം ആദ്മി അവരുടെ നില മെച്ചപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് വരുന്നത്. 34-35 എന്ന നിലയിലേക്ക് ദില്ലിയിൽ ഇപ്പോൾ കണക്കുകൾ എത്തിയിരിക്കുന്നു. ആം ആദ്മി തുടക്കത്തിൽ പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോൾ കുറെ കൂടി ആം ആദ്മിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട്. ഈ EVM വോട്ടുകളിൽ ആം ആദ്മി നേതാക്കൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് വരുന്നുമുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയ സാഹചര്യത്തിൽ ആം ആദ്മി വളരെ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് EVM മെഷീനിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മിയുടെ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് EVM വോട്ടുകൾ എണ്ണുമ്പോൾ ആം ആദ്മി മുന്നിലേക്ക്. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം വിഷ്ണു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വരുന്ന കണക്കുകളെ വിശ്വസിക്കാമെങ്കിൽ ആം ആദ്മി പാർട്ടി ലീഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഒപ്പത്തിനൊപ്പം എന്നതും മറികടന്ന് ആം ആദ്മി പാർട്ടി 36 ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. 36 ഇടത്ത് 33 ഇടത്തും മാത്രമാണ് BJPയുടെ ലീഡ്. 36-33 എന്നുള്ള ശക്തമായ മത്സരത്തിൽ ഒരു നേരിയ ലീഡ് ഈ ഘട്ടത്തിൽ ഈ സമയത്ത് ആം ആദ്മി പാർട്ടി. പക്ഷേ നോക്കുമ്പോൾ തുടർച്ചയായി BJPയുടെ ലീഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് BJP 33 ഇടത്ത് ലീഡ് ചെയ്യുന്നു, ആം ആദ്മി പാർട്ടി 36 ഇടത്ത് ലീഡ് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണിത്. വളരെ പ്രധാനപ്പെട്ട മാറ്റമാണിത്. 36-33 എന്ന നില, അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് കുറച്ചു നേരമായി നമ്മുടെ മുമ്പിൽ വരുന്നു. ഈ മാറ്റത്തിൻ്റെ ഒരു ട്രെൻഡ് കുറച്ചു നേരമായി വിഷ്ണു കാണുന്നുണ്ടല്ലോ. 36-33 ഒരു ആം ആദ്മി പാർട്ടിയുടെ തിരിച്ചുവരവാണത്. പിന്നോട്ട് പോയ ആം ആദ്മി പാർട്ടി തിരിച്ചു വരികയാണോ? ശരത്ത്, ആം ആദ്മി പാർട്ടി ഒരു കുതിപ്പ് നടത്തുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ആം ആദ്മി കേവല ഭൂരിപക്ഷത്തിലേക്ക് 36 സീറ്റിലേക്ക് ലീഡ് എത്തിയിരിക്കുകയാണ്. BJP ഒരു ഘട്ടത്തിൽ 43 സീറ്റ് വരെ ലീഡ് ഉയർത്തിയിരുന്നു. അവിടെ നിന്നുമാണ് BJPയുടെ ലീഡ് നില ഇപ്പോൾ. മനീഷ് സിസോദിയ തിരിച്ചു വന്നിരിക്കുന്നു. മനീഷ് സിസോദിയ ഈ നേരം വരെയും പിന്നിലായിരുന്നു. മനീഷ് സിസോദിയ ലീഡ് ചെയ്യുന്നു എന്ന വിവരം വരുന്നുണ്ട്. വിഷ്ണു, 36-33 അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോഴും പിന്നിൽ എന്നുള്ള ലീഡർഷിപ്പിൽ പിന്നിലുള്ളത്. 36 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 35 ഇടത്ത് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു, BJP 34. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയാം. എന്താണ് ദില്ലിയിൽ സംഭവിക്കുക എന്ന് ഇപ്പോഴത്തെ ഈ ലീഡ് നില വെച്ച് പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ കണക്കുകൾ നോക്കി കേവല ഭൂരിപക്ഷത്തിലേക്ക് ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറയാം. ആം ആദ്മി പാർട്ടി മുന്നിലുമാണ്. വളരെ ചെറിയ കാര്യം മാത്രമാണത്. 35 മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ തൊട്ടു പിന്നിൽ BJP ഉണ്ട് 34. ഇത് എങ്ങനെ വേണമെങ്കിലും മറിയാം എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് സ്ഥായിയായി ആ ഒരൊറ്റ ലീഡിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. മാറ്റങ്ങളൊന്നുമില്ല.